ട്രേഡ് ജനറൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യൂറോപ്യൻ ഐ ഓപ്പണിംഗ് പ്രോഗ്രാമാണ്. യൂറോപ്പിൽ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ച് ഞാനിപ്പോൾ ഉള്ളത് സ്ലോവാക്യയുടെ ക്യാപിറ്റലായ ബ്രാറ്റിസ്ലാവ കാസ്റ്റലിലാണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ആദ്യം ചൂസ് ചെയ്യുക. എങ്ങനെയെങ്കിലും ജർമ്മനി പോകണം, ഇറ്റലി പോകണം, സ്പെയിൻ പോകണം, ഫ്രാൻസിൽ പോകണം. അപ്പോൾ അത് ആലോചിക്കുമ്പോഴാണ് അധികം ആളുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല ജനറൽ വർക്കറായി ജോലി. അപ്പോൾ ഫസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ കൃത്യമായി മനസ്സിലാക്കി വേണം യൂറോപ്പിലേക്ക് കടന്നു വരാൻ. ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുക അവരുടെ ഓരോ രാജ്യങ്ങളുടെ വെബ്സൈറ്റുകൾ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം പ്രോസസ്സ് ചെയ്ത് വിസ സക്സസ് ആകുന്ന 25 പേരിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളിൽ 25 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യമായി ആംസ്റ്റർഡാമിന്റെ ഫീസ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ചാർജ് സൗജന്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമസ്കാരം, യൂറോപ്യൻ തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. ആംസ്റ്റർ അവതരിപ്പിക്കുന്ന യൂറോപ്യൻ തൊഴിൽ ജാലകം യൂറോപ്പിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന സ്കിൽ ട്രേഡ് ജനറൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യൂറോപ്യൻ ഐ ഓപ്പണിംഗ് പ്രോഗ്രാമാണ്. യൂറോപ്പിൽ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ച് പുതിയ നിയമമാറ്റങ്ങളും യൂറോപ്പിലേക്ക് ട്രേഡ് വർക്കേഴ്സും ജനറൽ വർക്കേഴ്സുമായി വരുന്ന ആളുകൾക്ക് എങ്ങനെ ഇത് ഉപകരിക്കാം, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പുതിയതായി ചാനൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് സ്ലോവാക്യയുടെ ക്യാപിറ്റലായ ബ്രാറ്റിസ്ലാവ കാസ്റ്റലിലാണ്. ഇവിടെ നിന്നുകൊണ്ട് ഈ ഷോയിലൂടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂറോപ്പിലേക്ക് ട്രേഡ് ജനറൽ അൺസ്കിൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഏത് രാജ്യം ചൂസ് ചെയ്യണം, ഏത് കൺട്രികൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. മീൻസ് ഏത് കാറ്റഗറിയിലുള്ള കൺട്രികൾ ചൂസ് ചെയ്യണം, ഷെങ്കനോ നോൺ ഷെങ്കനോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കോട്ട അല്ലെങ്കിൽ കാസ്റ്റൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഉടനീളം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാം. നിങ്ങളുടെ ഡൗട്ടുകൾ എങ്കിലും കമൻറ്റിൽ കൊണ്ടുവരിക, ഞാൻ അതിന് മറുപടി തരാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ആദ്യം ചൂസ് ചെയ്യുക. എങ്ങനെയെങ്കിലും ജർമ്മനി പോകണം, ഇറ്റലി പോകണം, സ്പെയിൻ പോകണം, ഫ്രാൻസിൽ പോകണം. അപ്പോൾ അത് ആലോചിക്കുമ്പോഴാണ് അധികം ആളുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല, ജനറൽ വർക്കറായി ജോലി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ആലോചിക്കും ഇനി വേറെ ഏതെങ്കിലും പോളണ്ട്, സ്ലോവാക്യ, ലാത്വിയ, ലിത്വാനിയ, ചെക്ക് റിപ്പബ്ലിക് ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോയാലോ. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ, ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടോ. അപ്പോൾ ഈ ഒരു സംശയങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ ഈ രാജ്യങ്ങളെപ്പറ്റി പറയാനോ ഇവരുടെ അതിൻ്റെ പ്രത്യേകത പറയാൻ വേണ്ടിയോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് കൺഫ്യൂഷനില്ല. പലരും ഷെങ്കൻ രാജ്യങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണം ഷെങ്കൻ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് എത്തിപ്പെട്ടാൽ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി ശരിയല്ല, ജോലി ശരിയല്ല എങ്കിൽ TRC എന്ന ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻസ് കാർഡ് ലഭിച്ചാൽ ഉടനെ തന്നെ വേറെ ഏതെങ്കിലും രാജ്യത്ത് വല്ല സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ മറുകണ്ഠം ചാടാം അല്ലെങ്കിൽ പുതിയ രാജ്യത്ത് ചാടാം എന്നൊരു പ്രതീക്ഷ കൊണ്ടാവാം പലരും അതിനെ ശ്രമിക്കുന്നത്. എന്നിരുന്നാൽ നിലവിലെ ഇമിഗ്രേഷൻ പ്രകാരം നിങ്ങളായിരിക്കുന്ന രാജ്യത്തു നിന്ന് TRC കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെയോ ഒരു പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ വേറൊരു രാജ്യത്തേക്ക് ചാടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണോ അല്ലെങ്കിൽ ഈ രാജ്യത്തോട്ട് ആദ്യമേ എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ കുറേയധികം പ്രോസസ്സുകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഷെങ്കൻ രാജ്യങ്ങളിൽ നിന്ന് വേറൊരു ഷെങ്കൻ കൺട്രിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഷെങ്കൻ രാജ്യം ചൂസ് ചെയ്യുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിലവിൽ ഒരു ആദ്യമേ അല്ലെങ്കിൽ യൂറോപ്പിൽ നിലവിൽ ജോലി ചെയ്തോ പഠിച്ചിട്ടോ ഉള്ളവർ ആയിരിക്കില്ല ഈ പറയുന്ന അൺസ്കിൽ കാറ്റഗറി ജോബുകൾക്കായി വരാൻ ശ്രമിക്കുന്നത്. ഒരു എൻട്രിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിലവിൽ എൻട്രിയാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾ സാമ്പത്തികമോ ഉയർന്ന ജീവിത നിലവാരമോ അല്ല, ഒരു എൻട്രിയാണ് നോക്കുന്നതെങ്കിൽ വിസ കിട്ടുന്ന രാജ്യങ്ങൾ അതിനെ ഫോളോ ചെയ്യുക. റീസെൻ്റ്ലി ഇന്ത്യയിലുള്ള മലയാളികൾക്ക് വിസ കിട്ടുന്ന രാജ്യം, ഞാൻ ഈ വിസ കിട്ടുന്ന രാജ്യം പല രാജ്യങ്ങൾക്കും നിലവിൽ രാജ്യങ്ങളിൽ നിന്നും വിസകൾ അപ്രൂവൽ ആകുന്നില്ല. പല കാരണങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റി ഇമിഗ്രേഷൻ ഒരു വക്താവല്ല. പല രാജ്യങ്ങളും അവരുടെ ഇമിഗ്രേഷൻ നയങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ പോളണ്ട് കഴിഞ്ഞ 2 വർഷത്തോളമായി അവരുടെ വിദേശ റിക്രൂട്ട്മെൻറ്റ് നയത്തിൽ വ്യക്തമായ ക്ലാരിറ്റിയുള്ള പ്രോസസ്സ് അല്ല നടക്കുന്നത്. അതിന് കോൺസുലേറ്റ് വഴി അപ്പോയിൻമെൻറ്റും അതിൻ്റെ ഡേറ്റിൻ്റെ ലോട്ടറി സിസ്റ്റം, റിയൽ ആയിട്ടുള്ള ഡിമാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഓഫർ ലെറ്റർ കിട്ടിയ പല ഉദ്യോഗാർത്ഥികൾക്കും അപ്പോയിൻമെൻറ്റ്സ് കിട്ടാതെ അവരുടെ ഓഫർ ലെറ്ററും വർക്ക് പെർമിറ്റും ഒക്കെ എക്സ്പയറായി പോയി അവർക്ക് നിലവിൽ ആ രാജ്യത്തോട്ട് പോകാനുള്ള അവസരം നിഷേധിക്കുകയാണ് പോളണ്ട് ഇമിഗ്രേഷൻ. ഇതിൻ്റെ കാരണം പലതുണ്ട്. ഞാൻ അതിൻ്റെ കാരണം ഈ വീഡിയോയിലൂടെ പറയുന്നില്ല.
പലതവണ നമ്മളിത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അത് പോളണ്ട്, അതേപോലെ ചെക്ക്, ലാറ്റ്വിയ, ലിത്വാനിയ ഓൾറെഡി ഇന്ത്യൻസിനുള്ള വാതിൽ അവർ അടച്ചു കഴിഞ്ഞു. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ തൊഴിൽ വിസകൾ നൽകുന്ന സിസ്റ്റം അവർ അടച്ചു കഴിഞ്ഞു. ഇങ്ങനെ പല ഷെങ്കൻ രാജ്യങ്ങളും അവരുടെ ഇമിഗ്രേഷൻ നയത്തിൽ ഇന്ത്യൻ വർക്കേഴ്സിൻ്റെ ലേബർ ക്ലാസ് ആളുകളുടെ പെർമിറ്റുകൾ, വിസകൾ ക്രമാതീതമായി കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത. നിലവിൽ ഞാനുള്ളത് സ്ലോവാക്കിയയിലാണ്. സ്ലോവാക്കിയയിൽ BLS ആണ് വർക്ക് പെർമിറ്റിൻ്റെ അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റ് നൽകേണ്ടത് കോൺസുലേറ്റിൻ്റെക്ക്. BLS കഴിഞ്ഞ മാസങ്ങളായി അത് നൽകുന്നില്ല. അതിൻ്റെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. പല കമ്പനികൾക്കും വർക്ക് പെർമിറ്റ്, ശുക്ലക്, കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നില്ല, ലഭിക്കുന്നില്ല. ഞങ്ങൾ തന്നെ ആദ്യമേ കുറച്ചധികം പേർക്ക് സ്ലോവാക്കിയയിലേക്കുള്ള ഈ രാജ്യത്തിലേക്കുള്ള വർക്ക് പെർമിറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകിയ കമ്പനി അവരത് ക്യാൻസൽ ചെയ്തു. അടുത്ത കമ്പനി ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അത് ക്യാൻസൽ ചെയ്തു. ആദ്യമേ ഞങ്ങളെ സമീപിച്ചിരുന്ന ഒരു മലയാളി റിക്രൂട്ടറാണ്. അയാൾ കൃത്യമായി അതിൻ്റെ പ്രോസസ്സിൽ ഞങ്ങൾക്ക് സക്സസ് ഓപ്ഷൻസ് ഒന്നും ഓഫേഴ്സ് തന്നു. പക്ഷേ അത് ഫെയിലിയറായി. അടുത്ത കമ്പനി നമ്മൾ നോക്കി. നിലവിൽ നേരിട്ട് വന്ന് ഇവിടുത്തെ റിക്രൂട്ടേഴ്സിനെയും ഇമിഗ്രേഷൻ ലോയേഴ്സും വഴി പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ ഇറങ്ങി തിരിച്ചു. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ബന്ധുക്കളാണ് കൊണ്ടുവരുന്നെങ്കിൽ പോലും ഇവിടുത്തെ ഇമിഗ്രേഷൻ നയങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉളവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ കൃത്യമായി മനസ്സിലാക്കി വേണം യൂറോപ്പിലേക്ക് കടന്നു വരാൻ. ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുക. അവരുടെ ഓരോ രാജ്യങ്ങളുടെ വെബ്സൈറ്റുകൾ, അവരുടെ അപ്ഡേറ്റുകൾ കൃത്യമായി നോക്കി വേണം നിങ്ങൾ ഈ പറയുന്ന യൂറോപ്യൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഷെങ്കൻ രാജ്യങ്ങളും വിസ പ്രോസസ്സിൽ സക്സസ് ഉള്ള രാജ്യങ്ങളുണ്ട്. നിലവിൽ മലയാളികൾക്ക് വിസ നൽകുന്നത് സ്ലോവാക്കിയയിൽ 1 ഇയർ പെർമിറ്റിൽ ധാരാളം പേര് വരുന്നുണ്ട്. BLS അപ്പോയിൻമെൻറ്റ് കിട്ടി, ഡേറ്റ് കിട്ടി സ്ലോവാക്കിയയിലേക്ക് വരുന്ന ധാരാളം പേരുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പല കാറ്റഗറിയിൽ ആളുകൾ വരുന്നുണ്ട്. BFS അപ്പോയിൻമെൻറ്റ് ലഭ്യമാകിയാൽ അതും ലഭ്യമാണ്. ക്രൊയേഷ്യയിലേക്ക് ധാരാളം ആളുകൾക്ക് ഇന്ത്യയിൽ നിന്ന് വിസ ലഭിക്കുന്നു. ഷെങ്കൻ രാജ്യത്തിൻ്റെ പോസിറ്റീവാണ്. നെതർലൻഡ്, ഓരോ രാജ്യങ്ങളും അത് നിങ്ങളുടെ റിക്രൂട്ടേഴ്സിൻ്റെ അനുസരിച്ചിരിക്കും. ഏറ്റവും നല്ല ബെസ്റ്റ് റിക്രൂട്ടർ ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കൊരു 6 to 12 to 16 മന്തിനുള്ളിൽ നിങ്ങൾക്കിത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും ദൈർഘ്യം ഞാൻ പറയുന്നത്? അതൊരു എക്സ്പീരിയൻസിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ വളരെ എളുപ്പം നടക്കുമെന്ന് ചിലപ്പോൾ ആളുകൾ പറയാൻ സാധിക്കും. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സ് ഒരു ചെറിയ എറർ വന്ന് ഡിലേ വന്നാൽ 1, 2, 3 മാസമാണ് അതിൻ്റെ പിറകെ നമുക്ക് പോകേണ്ടി വരിക. അപ്പോൾ എപ്പോഴും 6 മാസം എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതൊരു 12 മന്ത്സിന് ചിലപ്പോൾ സാധ്യതയുണ്ടാവാം നിങ്ങൾ ഇവിടെ എത്താൻ വേണ്ടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാനുള്ള കാരണം, ഉള്ള ജോലിയും കളഞ്ഞ് യൂറോപ്പിലേക്ക് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രോസസ്സിന് വേണ്ടി സമയം മാറ്റി വെക്കരുത്. നിങ്ങളുള്ള ജോലിയിൽ തുടരുക. അതിൻ്റെതായ പ്രോസസ്സ് അത് നടന്നോളും. നല്ല റിക്രൂട്ടർ, നല്ല ഏജൻസിക്ക് ആണെങ്കിൽ അത് കൃത്യമായി അവരത് പാലിക്കും. അപ്പോൾ ഫാസ്റ്റായി എത്രയും വേഗം യൂറോപ്പിലേക്ക് പോകണം. എത്രയും വേഗം ഗൾഫിലൊരു ജോലി കളഞ്ഞു, നാട്ടിലെത്തി 2 മന്ത്സിനുള്ളിൽ യൂറോപ്പ്. ചിന്തിക്കരുത് സഹോദരങ്ങളെ, അത് തെറ്റാണ്, നടക്കുകയില്ല, നല്ല സമയമെടുക്കും. അപ്പോൾ ഇനിയും നോൺ ഷെങ്കൻ രാജ്യങ്ങൾ, ചില രാജ്യങ്ങൾക്ക് VFSൻ്റെ ആവശ്യമില്ല, ഓൺലൈൻ വിസയാണ്. അൽബേനിയ പോലൊരു രാജ്യം, അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ബെസ്റ്റ് സെർബിയ പോലൊരു രാജ്യങ്ങളിൽ ഇപ്പോൾ ധാരാളം പേർക്ക് അവസരം ഒരുക്കുന്നു. ഞാൻ റീസെൻ്റ്ലി സെർബിയൻ കോൺസുലേറ്റ് ഡൽഹിയിൽ പോയിരുന്നു. ധാരാളം ഇന്ത്യൻസിനാണ് വിസ സ്റ്റാമ്പ് ചെയ്ത്. ഇന്ത്യൻ മാത്രമല്ല, നേപ്പാളികൾക്ക്, ശ്രീലങ്കൻസിനൊക്കെ അവിടെ വിസ സ്റ്റാമ്പിങ് നടക്കുന്നു. അപ്പോൾ വിസ സ്റ്റാമ്പിങ് സക്സസ് ഉള്ള രാജ്യങ്ങളുടെ പ്രോസസ്സ് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. വിസയിൽ പെൻഡിങ് ഉള്ള അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷനോ പുതിയ അപ്ഗ്രേഡ് ഒക്കെ അപ്ഡേറ്റ്സിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കൺട്രിയുടെ വിസയിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അപ്പോൾ വിസ റീസെൻ്റ്ലി എനിക്ക് പറയാനുള്ള കൺക്ലൂഷനായിട്ട് കിട്ടുന്ന രാജ്യം, വർക്ക് പെർമിറ്റ് കിട്ടുന്ന രാജ്യത്ത്, അതായത് കിട്ടുന്ന മീൻസ് എല്ലാ രാജ്യവും കിട്ടുന്നുണ്ട്, സക്സസ് ആയി ആളുകൾ പോകുന്ന രാജ്യങ്ങളെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഞാൻ എക്സാമ്പിൾ കുറേ കൺട്രികൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരയ്ക്കാം, അല്ലെങ്കിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഞങ്ങൾ പറയുന്ന മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട, ഒന്ന് ഫോളോ അപ്പ് ചെയ്ത ശേഷം പ്രോസസ്സ് ചെയ്യുക. ആംഷർ അവതരിപ്പിക്കുന്ന യൂറോപ്യൻ തൊഴിൽ ജാലകം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഞങ്ങൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം പ്രോസസ്സ് ചെയ്ത് വിസ സക്സസ് ആകുന്ന 25 പേരും തിരഞ്ഞെടുക്കുന്ന ആളുകളിൽ 25 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യമായി ആംഷറിൻ്റെ ഫീസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ചാർജ് സൗജന്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്കതിന് അല്ലെങ്കിൽ യൂറോപ്പിലേക്കുള്ള പ്രോസസ്സിൽ ആംസ്റ്ററിലൂടെ ആണെങ്കിൽ ആ 25 പേരിൽ ഒരാളാവാൻ നിങ്ങൾക്കും സാധ്യതയുണ്ട്. ആംസ്റ്ററുമായി ബന്ധപ്പെടാം. അതേപോലൊപ്പം തന്നെ ആംസ്റ്ററിൻ്റെ പ്രോസസ്സിങ്ങിലിരിക്കുന്ന ഏതെങ്കിലും കസ്റ്റമേഴ്സിന് ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ഇമ്മീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെട്ടത് ക്ലാരിഫൈ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. യൂറോപ്പിലേക്കുള്ള അപ്ഡേറ്റുകൾ ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച്.